ഹലോ, വെൽക്കം ബാക്ക് ടു കറിലീസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് അല്ലേ വരാൻ പോകുന്നത്. അപ്പൊ ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള വൈനിന്റെ റെസിപ്പിയാണ്. അപ്പൊ വൈനിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പൊ 1 കിലോ മുന്തിരിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ 1.5 കിലോ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വേസ്റ്റും എല്ലാം പോയി വരുമ്പോ 1 കിലോയെ കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കുക. അതായത് നമ്മൾ അതിനകത്തുള്ള ചീത്ത മുന്തിരികളെല്ലാം കളയണം. പിന്നെ അതിന്റെ തണ്ട് എല്ലായിടത്തും കളഞ്ഞു വരുമ്പോ ഏകദേശം 1 കിലോ ആയിരിക്കും വരുന്നത്. ചീത്ത മുന്തിരി ഒന്നും എടുക്കാൻ പാടില്ല. അപ്പൊ ആദ്യം നമ്മൾ ഈ വാങ്ങിച്ച മുന്തിരി എല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുക്കണം. അപ്പൊ മുന്തിരിയിൽ ഒരുപാട് മരുന്നടിക്കുന്നതാണ്. അപ്പൊ അത് പോണെങ്കിൽ ആദ്യം 2-3 പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കുക. അതിനുശേഷം ഒരു മണിക്കൂറെങ്കിലും, മിനിമം 1 മണിക്കൂറെങ്കിലും മഞ്ഞപ്പൊടിയും ഉപ്പും വിനാഗിരിയും ഇട്ട വെള്ളത്തില് ഒന്ന് ഇട്ട് വെക്കുക. അതിനുശേഷം വീണ്ടും 1-2 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മള് മുന്തിരി എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന മുന്തിരി എന്ന് പറയുന്നത് വൈനിന് വേണ്ടിയിട്ടുള്ള മുന്തിരി തന്നെ പറഞ്ഞു വാങ്ങിക്കുക. നമ്മൾ സാധാരണ കഴിക്കാൻ ഉപയോഗിക്കുന്ന മുന്തിരിയല്ല. ജ്യൂസിനും വൈനിനൊക്കെ ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള മുന്തിരി കാണും. അപ്പൊ അത് ചോദിച്ചു മേടിക്കാം. അപ്പൊ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ മുന്തിരി നന്നായിട്ട് കഴുകി വീണ്ടും 1-2 പ്രാവശ്യം കഴുകിയെടുത്തു, നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തില്. അതിനുശേഷം നല്ല മുന്തിരികളെല്ലാം ഒന്ന് വേർതിരിച്ചെടുക്കുകയാണ്. അതിന്റെ ആ തണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് മുന്തിരി മാത്രം വേർതിരിച്ചെടുക്കുക. അപ്പൊ ഇതിൽ അഴുകിയ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാനേ പാടില്ല. നമ്മൾ ഉണ്ടാക്കുന്ന വൈനിന്റെ ഒരു ടേസ്റ്റ് വരും. അപ്പൊ അത് വരാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നല്ല മുന്തിരികൾ മാത്രം എടുക്കുക. അപ്പൊ ഇതെല്ലാം ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് വൈൻ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. ഇനി നമുക്ക് ഈ മുന്തിരി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ എടുക്കുക. അലുമിനിയത്തിന്റെ പാത്രം ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ സ്റ്റീൽ പാത്രത്തിൽ ആ മുന്തിരി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന മുന്തിരിയും ഈ വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ നിങ്ങൾ ഇട്ട് വെക്കുന്ന ഏത് ഭരണിയാണോ ആ ഭരണിക്ക് അകത്ത് ഏകദേശം ഒരു 1/4 ഭാഗം വരുന്ന തരത്തിലായിരിക്കണം ഇട്ട് വെക്കുന്ന ഈ വെള്ളവും എല്ലാം കൂടെ. അപ്പൊ അതിനനുസരിച്ച് വെള്ളം എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്. സ്പൈസസ് എന്ന് പറയുമ്പോൾ കുറച്ച് കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം, ഇതെല്ലാം കൂടെയാണ്. ഇത്രയും എടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഈ തിളപ്പിക്കുന്ന മുന്തിരിയിലേക്ക് ആഡ് ചെയ്യാം. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. അപ്പൊ 1 കിലോ മുന്തിരിക്ക് 1/4 കിലോ വരെ പഞ്ചസാര എടുക്കാം. പിന്നെ മധുരം ഒരുപാട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1/4 കിലോ തന്നെ എടുക്കണമെന്നില്ല, കുറച്ച് എടുത്താലും മതി. പക്ഷേ കറക്റ്റ് കണക്കെന്ന് പറയുന്നത് ആ ഒരു 1/4 കിലോ ഇടുമ്പോഴാണ് കറക്റ്റ് മധുരം. പക്ഷെ മധുരം അത്ര ഇഷ്ടമില്ലാത്തവർക്ക് അത്ര തന്നെ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പം 1/4 കിലോ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് പാത്രം ഇത്തിരി ചെറുതായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിറഞ്ഞിരിക്കുകയായതുകൊണ്ട് ഞാനിപ്പോ പാത്രം ഒന്ന് മാറ്റി കൊടുക്കുകയാണ്, വേറെ പാത്രത്തിലേക്ക് വെക്കുകയാണ്. അപ്പൊ ഇത് തിളപ്പിക്കുമ്പോൾ നന്നായിട്ട് തിളയ്ക്കണം. നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് 2-3 ദിവസം കൊണ്ടാണ് ഈ മുന്തിരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അത് ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് പറയാൻ മറന്നു. സാധാരണ നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു 21 ദിവസമൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് വൈൻ ഒരു 3 ദിവസം കൊണ്ട് വൈൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പൊ അതെന്ന് പറയുമ്പോൾ നമ്മള് ആദ്യത്തെ ദിവസം വൈനെല്ലാം റെഡിയാക്കി വെക്കും. 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം എടുത്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് 4ാമത്തെ ദിവസം എടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഇതില് നന്നായിട്ട് തിളയ്ക്കണം. വെള്ളം നന്നായിട്ട് തിളച്ചു വരണം. ഇത്രയും പെട്ടെന്ന് നമ്മൾ എടുക്കുന്നതായതുകൊണ്ട് അത് ചീത്തയായി പോവാതിരിക്കാനായിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ സ്റ്റൗ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. തിളച്ചതിന് ശേഷം കുറച്ചു നേരം സിമ്മിലിട്ടിട്ടൂടെ ഒന്ന് തിളപ്പിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും അത് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ മാത്രം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഞാൻ ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു തടിയുടെ തവി തന്നെ എടുക്കുക. സ്റ്റീലിന്റെ തവിയൊന്നും എടുക്കാതിരിക്കുക. ഒരു തടിത്തവി കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുക. നമ്മള് അതുപോലെ എടുത്തു വെച്ചിട്ട് ഇളക്കുമ്പോഴും തടിത്തവി മാത്രം എടുക്കുക. അപ്പൊ നമ്മളിപ്പോ ഉണ്ടാക്കുന്ന സമയത്ത് തടിത്തവി അല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മള് ഭരണിക്കകത്താക്കിയതിന് ശേഷം നമ്മൾ എടുക്കുന്ന സമയത്ത് അത് തടിത്തവി തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇതുപോലെ തിളപ്പിക്കുന്നതും സ്റ്റീൽ പാത്രമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എടുത്തു വെക്കുന്നത് സ്റ്റീലിലൊന്നും എടുത്തു വെക്കാൻ പാടില്ല. അപ്പൊ ഇതിപ്പോ ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ചു നേരം സിമ്മിലിട്ട് വെച്ചായിരുന്നു. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തു. എന്നിട്ടാണ് ഞാൻ ഓഫ് ചെയ്യുന്നത്.
അപ്പൊ ഇത് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കുക. അപ്പൊ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് ഭരണിയിലാക്കാൻ പാടുള്ളൂ. ചൂടോടെ ആക്കാനേ പാടില്ല. അപ്പൊ നന്നായിട്ട് തണുക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അത് നന്നായിട്ട് തണുത്ത് വരാറാവുമ്പം നമുക്ക് ഒരു ഗ്ലാസ്സിൽ 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇടുക. പിന്നെ ഈസ്റ്റ് ആണ് ഇടേണ്ടത്. ഈസ്റ്റ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് സാധാരണ ഇവിടെ കിട്ടുന്ന ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല. 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ചു വെക്കുക. അപ്പൊ അതൊന്ന് അടച്ചു വെക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ആ ഈസ്റ്റ് എല്ലാം അതിൽ മെൽറ്റായിട്ട് അതിൽ അലിഞ്ഞു ചേർന്നിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള മുന്തിരിയുടെ ആ ഒരു ഇതിലേക്ക് മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഈസ്റ്റ് എല്ലാം നന്നായിട്ട് അതിൽ അലിഞ്ഞ് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് ആ തണുത്ത മുന്തിരിയിലേക്ക് ഒഴിച്ചെടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു ഗ്ലാസിന്റെ ഒരു വലിയ ഭരണിയിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സാധാരണ നാടൻ ഭരണികൾ ഉണ്ടല്ലോ, ആ ഭരണിയിലോ ഒക്കെ ഇതാക്കി വെക്കുക. അത് നന്നായിട്ട് അടച്ചു വെക്കുക. അപ്പോൾ ഇതിപ്പോ ഞാൻ ഇതിനൊരു വാഷറുള്ള അടപ്പായതുകൊണ്ട് ഇത് മാത്രം മതി. അല്ലെങ്കിൽ അതൊന്ന് അടച്ചിട്ട്, വാഷറൊന്നും ഉള്ളതല്ലെങ്കിൽ ആ ഭരണിയുടെ അടപ്പൊന്ന് അടച്ചതിന് ശേഷം അതിന് മുകളിൽ ഒരു കോട്ടന്റെ തുണി വെച്ച് ഒന്ന് മൂടി കെട്ടി കൊടുക്കുക. ഇപ്പൊ ഇതിന് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എന്നിട്ട് അടുത്ത ദിവസം ഇത് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇപ്പൊ ഇത് അടുത്ത ദിവസം ആയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം നമ്മൾ ഇതെടുത്ത് ഇളക്കി കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ തടിത്തവി തന്നെ എടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ സ്റ്റീലിന്റെ തവി ഒന്നും എടുക്കല്ലേ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെക്കാം. അപ്പൊ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് പൊങ്ങി വരും. അതുകൊണ്ടാണ് നമ്മളിത് 1/4 ഭാഗമായിട്ട് ഉള്ള ഭരണി തന്നെ എടുക്കണം എന്ന് പറയണത്, നമ്മൾ ആദ്യം എടുത്തു വെക്കുമ്പോൾ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതൊന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങുന്നത് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഒന്നുകൂടെ എടുത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ 2 ദിവസം ഇളക്കി കൊടുത്തതിന് ശേഷം 3-ാമത്തെ ദിവസം നമുക്ക് വൈൻ എടുക്കാനായിട്ട് റെഡിയാവും. അപ്പൊ നമ്മളെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പുറത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഉറുമ്പൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതൊന്ന് വരാതിരിക്കാനായിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് അടുത്ത ദിവസം നമുക്ക് ഒന്നുകൂടെ ഇതേ പ്രോസസ്സ് ചെയ്യാം. അപ്പൊ 3-ാമത്തെ ദിവസമായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതൊന്ന് തുറന്ന് നോക്കി നമുക്ക് ഇളക്കിയതിന് ശേഷം എടുക്കാം. അപ്പോൾ ആദ്യം തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ അരിച്ചെടുക്കാനായിട്ട് ഞാനൊരു ഗ്ലാസിന്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ തൽക്കാലം അരിച്ചെടുക്കാനായിട്ട് സ്റ്റീൽ എടുത്താലും കുഴപ്പമില്ല. നമ്മളത് അരിച്ചെടുത്തതിന് ശേഷം എടുത്തു വെക്കുന്നത് ഗ്ലാസിന്റെ കുപ്പികളിലൊക്കെ ആയിരുന്നാൽ മതി. സ്റ്റീലിൽ ഒന്ന് അരിച്ചെടുത്തു എന്ന് വെച്ച് കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളത് മാറ്റുമല്ലോ. അപ്പൊ ഇത് അരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളിത് പ്രസ് ചെയ്ത് എടുക്കാൻ പാടില്ല. ഈ വരുന്ന മുന്തിരിയൊക്കെ നമ്മൾ തവി വെച്ചൊക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അത് എടുക്കരുത്. കാരണം നമ്മുടെ വൈൻ കലങ്ങിയ പോലുള്ള ഒരു കളറായി പോവും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. പക്ഷെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അതിനെ അതുപോലെ പ്രസ് ചെയ്തെടുക്കാം. അത് നമുക്ക് അപ്പൊ തന്നെ യൂസ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ എടുത്ത് വെക്കുന്നത് വൈനിൽ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കരുത്. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ മാത്രം മതി. അങ്ങനെ കിട്ടുന്ന വൈനിന് നല്ല കളർ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ കലങ്ങിപ്പോവും. അപ്പൊ ഇങ്ങനെയുള്ള വൈന് ആക്കി വെച്ചതിന് ശേഷം നമുക്കത് ഗ്ലാസിന്റെ ബോട്ടിലുകളിലാക്കിയിട്ട് സൂക്ഷിക്കാം. അല്ലെങ്കിൽ അത് സ്റ്റീലും പ്ലാസ്റ്റിക്കും ഒക്കെ ആണെങ്കിൽ അതായിട്ട് റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല.
അതുപോലെ തന്നെ ഗ്ലാസിന്റെ ബോട്ടിലാണെങ്കിലും അതിന് കോർക്ക് കൊണ്ടായിരിക്കണം അടയ്ക്കുന്നത്. പ്ലാസ്റ്റിക് അടപ്പുള്ള കുപ്പികളിലൊന്നും എടുത്തു വെക്കരുത്. പ്ലാസ്റ്റിക് അടപ്പുള്ള കുപ്പികളാണ് എടുത്തു വെക്കുന്നതെങ്കിൽ ആ കുപ്പിയുടെ 1/4 ഭാഗത്തോളം വരാൻ പാടുള്ളൂ വൈൻ. അതായത് വൈനും ആ പ്ലാസ്റ്റിക്കിന്റെ അടപ്പും തമ്മിൽ ടച്ച് ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ കണ്ടോ, നമ്മുടെ വൈനിന് നല്ല കളറുണ്ട്. നല്ല ഗ്രേപ്പ് വൈൻ്റെ നല്ല ഡാർക്ക് കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബീട്രൂട്ടോ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. 21 ദിവസം നമ്മൾ ഇട്ട് വെച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഈ 3 ദിവസം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈൻ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ വൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 ലിറ്ററൊക്കെ വൈൻ നമുക്ക് കിട്ടും. അപ്പോൾ ഈ വൈൻ എന്ന് പറയുന്നത് സാധാരണ പ്ലം കേക്കിന്റെ കൂടെ കഴിക്കാനായിട്ടാണ് നല്ല കോമ്പിനേഷൻ. അപ്പൊ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലം കേക്കിന്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ പ്ലം കേക്കും വൈനും കൂടെ കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള 3 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഇൻസ്റ്റന്റ് വൈനിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ വീഡിയോ കാണാത്തവരാണ്, ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനിയും അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.